തൃശൂർ മറ്റത്തൂരിൽ വീട്ടുവരാന്തയിൽ പുലി. ജനവാസ മേഖലയിൽ ഇന്നലെ വൈകുന്നേരമാണ് പുലി എത്തിയത്. മറ്റത്തൂർ സ്വദേശി യോഹന്നാന്റെ വീട്ടുവരാന്തയിലാണ് പുലിയെ കണ്ടത്. വീട്ടുകാർ വിദേശത്താണ്. പുലിയുടെ CCTV ദൃശ്യങ്ങൾ കണ്ട് വീട്ടുകാർ നാട്ടിൽ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ഒരു ഭയപ്പാട് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളിന്ന് ഒരു ക്യാമറ ഈ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ വെച്ച് അത് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നടപടി ഉടൻ തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നാട്ടുകാർ ഭയം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രി പട്രോളിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഭയപ്പെടണ്ടെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കൂടെ ഉണ്ട്, എല്ലാവരും നമ്മുടെ സ്റ്റാഫും ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഈ ക്യാമറ വെച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും മേൽനിർദ്ദേശാനുസരണം നമ്മൾ ബാക്കി കാര്യങ്ങൾ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇവരുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ വീട്ടുവരാന്തയിലാണ് പുലി കയറിയിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സ്വാഭാവികമായും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. എത്രത്തോളം ആശങ്കപ്പെടേണ്ട എന്ന് അധികൃതർ പറയുമ്പോഴും സ്വാഭാവികമാണ് ആ ഒരു ഭയം. അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ എത്രത്തോളമാണ്? KP കൊടകര മറ്റത്തൂർ കുന്നിലാണ് CCTVയിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ചിത്രം പതിച്ചിട്ടുള്ളത്. പുലി എന്നാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച 7:45 മറ്റത്തൂർ കുന്ന് പടിഞ്ഞാറുമുറി വീട്ടിൽ കതിരോല നഗറിലെ കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ CCTV ക്യാമറയില് പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ യോഹന്നാനും കുടുംബവും ഒക്കെ ഇവിടെ താമസമില്ല, അവർ US-ലാണ്. വീട്ടിലെ CCTV ക്യാമറയുടെ ലിങ്ക് ഇദ്ദേഹത്തിന്റെ US-ലെ വീട്ടിലെ കമ്പ്യൂട്ടറിലിട്ട് നോക്കിയപ്പോഴേ ആണ് ഇത്തരത്തിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ഒരു ജീവിയുടെ ദൃശ്യം കാണാൻ സാധിച്ചത്. തുടർന്ന് ഇവരുടെ യോഹന്നാന്റെ അയൽവാസികളോട് വിവരം അറിയിക്കുകയായിരുന്നു. ഇവരാണ് ഈ വനം വകുപ്പിനെ വിവരം അറിയിച്ചത്. എന്തായാലും ആ പ്രദേശത്ത് ഈ പുലി വന്നു അല്ലെ പുലിനെ കണ്ടു എന്ന വാർത്ത പറഞ്ഞതോടുകൂടി ആ പ്രദേശവാസികളാകെ പരിഭ്രാന്തിയിലാണ്. എന്തായാലും നമ്മൾ ഈ തുടർച്ചയായിട്ടുള്ള പുലിയുടെയും ഒപ്പം തന്നെ ഈ ആനയടക്കമുള്ള വന്യജീവികളുടെ അക്രമ വാർത്തകൾ പുറത്തു വരുന്ന ആ ഒരു വേളയിലാണ് ഈ കൊടകര മറ്റത്തൂരിലും ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം പുറത്തായതോടുകൂടി, വിവരം പുറത്തറിഞ്ഞതോടുകൂടി വനംവകുപ്പിന്റെയൊക്കെ നേതൃത്വത്തിൽ പ്രദേശത്ത് വലിയ പരിശോധനയും തെരച്ചിലുമൊക്കെ നടത്തിയെങ്കിലും ഈ പുലിയുടെ കാൽപ്പാടോ അല്ലെ പുലി എത്തിയതായി ബന്ധപ്പെട്ടുള്ള മറ്റൊന്നും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഉദ്യോഗസ്ഥരുടെ കൈവശവും ഉള്ളത് ഈ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. ഇത് എതിലെ വന്നു, എങ്ങനെ പോയി എന്ന അടക്കമുള്ള കാര്യങ്ങളും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ കാൽപ്പാടുകൾ അടക്കം പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വനവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണ ക്യാമറകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. KP സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.